എനിക്ക് എപ്പോഴും കുറച്ച് ഇനി അങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സ് കുറച്ച് ഹ്യൂമറായിട്ടും കോമഡി അല്ലെങ്കിൽ കുറച്ച് ഇമോഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടം. അദ്ദേഹത്തിന് വില്ലൻ ചെയ്യില്ല എന്നല്ല, വില്ലൻ ഇഷ്ടമാണ്. നല്ലൊരു സിനിമയുടെ നല്ല നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആക്ടറെ സംബന്ധിച്ച് ഇമ്പോർട്ടൻസ്. അപ്പം അത് ഒരുപാടധികം കഥാപാത്രങ്ങൾ ഇതിലൂടെ എനിക്ക് ഓഡിയൻസിന് കൊടുക്കാൻ സാധിക്കണം. ഞാനൊരു മെറ്റീരിയലാണ്, അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ അധികം മാറേണ്ടതായിട്ടിരിക്കുന്നു. ഓരോ ക്യാരക്ടർ കിട്ടുമ്പോഴും എനിക്ക് ഓരോ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഓരോ സ്കൂളുകളാണെല്ലാം. അങ്ങനെ ഒരു സ്കൂൾ തന്നെയായിരുന്നു ഈ ജങ്കാറും. ഇവിടുന്ന് കുറച്ച് നല്ല അറിവുകൾ കിട്ടി. പിന്നെ അടുത്ത സിനിമയിൽ നമുക്കതെല്ലാം അവിടെ ഉപയോഗിക്കാൻ പറ്റും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമ. പിന്നെ എനിക്കിത് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇതിൽ ഡയലോഗ്സ് ഒക്കെ വളരെ നമ്മൾ നോർമൽ റിയലിസ്റ്റിക് മൂവിയിൽ പറയുന്ന പോലെ. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാ സിനിമകളിലൊക്കെ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ് പ്രസന്റേഷൻ. ക്യാരക്ടറിനും ഓരോ സ്വഭാവമാണ്. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും നമസ്കാരം.